ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീത ഭാഗ്യവചനധാര ശ്രോതാക്കളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങളെ ചിട്ടയോടും അനുസരണത്തോടും കൂടി ദൈവത്തിൽ സമർപ്പിക്കുകയും പരമേൽപ്പിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായി തീരും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. സങ്കീർത്തനം 37:5-7 വാക്യങ്ങൾ. നമുക്ക് മാറ്റാൻ കഴിയാത്ത സകലവും ദൈവത്തിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമാലേഖനം 8:28. നമ്മളെ വ്യാകുലപ്പെടുത്തുന്ന ധാരാളം വിഷയങ്ങൾ ഉണ്ട്. നമ്മൾ കാണേണ്ട ആളുകൾ, ചെല്ലേണ്ട സ്ഥലങ്ങൾ, അഭിമുഖീകരിക്കേണ്ട സംഭവങ്ങൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ ഓരോന്നായി ദൈവത്തിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ഉണ്ടായേക്കാം. നാം ഉദ്ദേശിച്ചത് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചില്ല എന്ന് വരും. വിഫലതയിൽ നമ്മൾ തളർന്നു പോകരുത്. പ്രഭാതത്തിലെ പ്രാർത്ഥന നമുക്കും മറ്റുള്ളവർക്കും വളരെ ഏറെ ദുഃഖങ്ങൾ ഒഴിവാക്കും. നമ്മുടെ ദിവസത്തെ കർത്താവിൽ സമർപ്പിക്കേണ്ട നേരമാണ് പ്രഭാതം. നമ്മുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ട ബന്ധുക്കളെയും പേര് ചൊല്ലി അവർക്കായി നാം ദിവസവും പ്രാർത്ഥിക്കണം. ഇയ്യോബ് ചെയ്തത് ഇതാണ്. തൻ്റെ മക്കളെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരിക എന്നത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. വല്യപ്പച്ചൻ, വല്യമ്മച്ചി, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, കൊച്ചുമക്കൾ എന്നിങ്ങനെ ആരൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുണ്ടോ അവരോടൊപ്പം പ്രാർത്ഥിക്കുക. ഈ വലിയ മൂല്യങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ ഇന്ന് അന്യമായിരിക്കുകയാണ്. ഇന്ന് മക്കളെ പ്രാർത്ഥനയ്ക്ക് ഒപ്പം കിട്ടുകയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ, ഇത് പിശാചിൻ്റെ പ്രവർത്തനമാണ്. അവർ പിന്നീട് വരട്ടെ, അല്ലെങ്കിൽ വേണമെങ്കിൽ വരട്ടെ എന്നുള്ള മാതാപിതാക്കളുടെ നിസ്സഹായ അവസ്ഥ. ചിട്ടയോടും അനുസരണത്തോടും കൂടി തിരുസന്നിധിയിൽ നമ്മുടെ ദിവസങ്ങളെ പരമേൽപ്പിക്കുക. അപ്രതീക്ഷിതമായി ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളെ ബുദ്ധിയോടെ നേരിടാനുള്ള ദിവ്യ നടത്തിപ്പ് നമുക്ക് ലഭിക്കും. പ്രാർത്ഥിക്കുക, പരമേൽപ്പിക്കുക. അപ്പോൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ശുഭവും സുഖകരവും ആകും. ആയതിന് എല്ലാ കൃപകളും ദൈവം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.